So good morning, sir. Good And first morning. of all, thank you for joining us at IQ Head Up. അപ്പോൾ ഫസ്റ്റിന് സാറിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. അപ്പോൾ സാറ് ബേസിക്കലി ഡോക്ടർ ജിജു എ മാത്യു, നമ്മുടെ സെന്റ് തോമസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ റിസർച്ച് ഗൈഡ് അറ്റ് സെന്റ് തോമസ് കോളേജ് സ്റ്റേഷൻ. സോ സർ, നമ്മുടെ ഇന്നത്തെ ഒരു മിനി പോഡ്കാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓൾ അബൌട്ട് FIUGP. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ കൊല്ലം തന്നെ ഇപ്പോൾ നമ്മുടെ എക്സാംസ് പ്ലസ് ടു എക്സാമിനേഷൻസ് കഴിഞ്ഞിട്ട് കുറെ സ്റ്റുഡൻസ് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ജോയിൻ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അത് ഹോപ്പ് ചെയ്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് കുറെ ഡൗട്ട്സ് ആണ്. ദാറ്റ് ഇസ് FIUGP എന്താണ്? കാരണം 2 കൊല്ലം മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയ പ്രോഗ്രാമാണ്. അപ്പോൾ അവരുടെ പാരന്റ്സിനോട് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ സീനിയേഴ്സും അവരുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല. കാരണം ഈ FIUGP കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ഇല്ല. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പഴയൊരു ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്, ഇപ്പൊ എനിക്കും വലിയ ഐഡിയ ഇല്ല. ഇപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് തേർഡ് ഇയറും അതുപോലെ തന്നെ ഫോർത്ത് ഇയറിലും എന്തൊക്കെയാണ് ഒരു എക്സാക്ട്ലി ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുക അവർക്കൊരു മെയിൻ ഐഡിയ ഇല്ല. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഒരു 9 കോമൺ ക്വസ്റ്റ്യൻസ് അബൌട്ട് FIUGP ആണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് പാരന്റ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ കൺസേൺസ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എക്സാക്ട്ലി ഇസ് FIUGP? എന്താണ് ശരിക്കും FIUGP ആൻഡ് ഹൗ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം എ ട്രഡീഷണൽ 3 year ഡിഗ്രി ആൻഡ് ആ FIUGP അഡ്വാൻറ്റേജസ് ശരിക്കും എന്താണ്? 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ FIUGP എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ 4 ഈസ് നോട്ട് ഈക്വൽ ടു 3+1. ഒരു 3 വർഷത്തെ ഒരു ട്രഡീഷണൽ സാമ്പ്രദായിക ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൂടെ ഒരു വർഷം കൂട്ടിച്ചേർക്കുന്നതല്ല ഒരിക്കലും 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ടോട്ടലി അതിനെ ഒന്ന് ഉടച്ചു വാർക്കുന്ന ഒരു സംവിധാനമാണ് 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആള് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷനാണ് അവിടെ സംഭവിക്കേണ്ടത്. ആത്യന്തികമായിട്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് ഒരു ജോലി സാധ്യമാവാൻ ട്രഡീഷണലായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു റോട്ട് ലേണിംഗ് ആയിരുന്നു പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസത്ത് നടന്നിരുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു, ആ പഠിച്ച കാര്യങ്ങൾ അവർ പരീക്ഷയ്ക്ക് എഴുതി വെക്കുന്നു, അതിന് മാർക്ക് കിട്ടുന്നു. പക്ഷെ അത് ഒരു സ്കില്ലായിട്ട് അല്ലെങ്കിൽ നൈപുണ്യമായിട്ട് അതൊരിക്കലും വന്നിരുന്നില്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഒരു 3 വർഷത്തെ വിദ്യാഭ്യാസവും 4 വർഷത്തെ വിദ്യാഭ്യാസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നത് നൈപുണ്യത്തിൻ്റെ അളവ് ഇതിൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഒന്ന്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 3 വർഷത്തെ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചേരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ആളോട് വ്യക്തമായും കൃത്യമായും പറഞ്ഞിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും നിങ്ങളുടെ കോറ്, അതോടൊപ്പം തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾ മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ചിരിക്കണം. ഇതൊരിക്കലും ഒരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് കുറെ കൂടെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലിയാണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുന്ന പോലെ ഒരു കുട്ടിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അഭിരുചിക്ക് അനുസൃതമായിട്ട് ഏത് പിക്ക് ചെയ്യണോ അത് പിക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്തൊരു പോയിന്റും കൂടി ഇതോട് ചേർത്ത് പറയാനുള്ളത്, പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതൊരു ബൈ 1 get 3 ഓഫറൊക്കെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു 3 വർഷത്തെ ട്രഡീഷണൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നു. 4 വർഷത്തെ ഒരു ഓണേഴ്സ് പ്രോഗ്രാമിന് ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നു. ഇനി ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ആ കുട്ടി നിലവാരം കാണിക്കുകയാണെങ്കിൽ ആൾക്ക് ഒരു 4 വർഷം റിസർച്ച് ഉള്ള ഒരു ഓണേഴ്സ് ഡിഗ്രി എടുക്കാനായിട്ട് പറ്റും. സോ ലൈക്ക് ഇതൊരു എന്ന് പറയുന്നത് ബൈ 1 get 3 ഓഫർ പോലുള്ള ഒരു കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയാം. 3+1 ഈസ് നോട്ട് ഈക്വൽ ടു 4. 2, ഇതൊരു പാരാഡൈം ഷിഫ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഒരു അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ട്രഡീഷണലി നമ്മുടെ വിദ്യാഭ്യാസ രീതികളെല്ലാം 10+2+3 എന്നൊരു രീതിയിലായിരുന്നു. 15 വർഷമാണ് ഒരു വിദ്യാർത്ഥി പഠിച്ചിരുന്നത്. പക്ഷേ ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡല്ല. ഇന്റർനാഷണലി അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ വിദ്യാഭ്യാസം രീതി എന്ന് പറയുന്നത് 16 വർഷമാണ്. ഓക്കെ, 10+2+4. അപ്പം നമ്മുടെ ഇവിടുന്ന് ഒരു വിദ്യാർത്ഥി ഉപരിപഠനത്തിനായിട്ട് അല്ലെങ്കിൽ ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് ദേ വിൽ ബി ഓഡ് ഔട്ട്.
അവരെ സംബന്ധിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് മാറിയായിരിക്കും. അപ്പൊ അത് മേക്കപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേസമയം ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു 4 ഇയർ പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ ദാറ്റ് വിൽ ബി ആൻ ഇന്റർനാഷണൽ പാരറ്റ്. അപ്പോൾ പണ്ട് നമുക്കറിയാം, പണ്ട് സബ്ജക്റ്റുകൾ മാത്രമായിരുന്നു. നമുക്ക് ഒരു കൊല്ലം ഇത്ര സബ്ജക്ട്, അല്ലെങ്കിൽ ഒരു സെം ഇത്ര സബ്ജക്ട്. പക്ഷെ FIUGP വന്നപ്പോൾ അത് മേജർ ആൻഡ് മൈനർ ആയി. കുറെ ആൾക്കാർക്ക് കേട്ടിട്ടുണ്ട് എന്താണ് മേജർ എന്താണ് മൈനർ എന്ന്. പക്ഷെ അവർക്ക് സത്യം ഡീപ്പായിട്ട് അറിയില്ല ശരിക്കും എന്താണ് മേജർ ആൻഡ് മൈനർ സബ്ജക്ട്. മേജർ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഏത് ഏരിയയിലാണോ ആളുടെ പ്രാവീണ്യം തെളിയിക്കേണ്ടത് ആ ഏരിയയാണ് മേജർ സബ്ജക്റ്റ്. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേജർ സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾക്കാണ് മൈനർ സബ്ജക്റ്റ് എന്ന് പറയുക. അപ്പം മേജർ മൈനർ എപ്പോഴും എത്ര അറിവ് നേടി എന്നുള്ളതിന് ഒരു അളവുകോലുണ്ടാവണം. ഈ അളവുകോലിന് പറയുന്ന പേര് ക്രെഡിറ്റ്. ഓക്കെ, ഒരു 3 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 133 ക്രെഡിറ്റ് മിനിമം അക്വയർ ചെയ്തിരിക്കണം. അത് 4 വർഷമാകുമ്പോൾ മിനിമം 177. ഞാൻ പറഞ്ഞത് മിനിമം ആണ്, അത് മാക്സിമം ഒരു കുട്ടിക്ക് അതിൽ കൂടുതൽ അക്വയർ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഈ 3 വർഷത്തെ പ്രോഗ്രാമിൽ തന്നെ മേജറും മൈനറും ഉണ്ടെന്ന് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് കോഴ്സസ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ഫൗണ്ടേഷൻ കോഴ്സസ്. അപ്പോൾ FIUGP പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർ മേജർ കുറേ സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ടാവണം, മൈനർ കുറച്ച് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകളും പഠിക്കുന്നുണ്ടാവും. മേജർ സബ്ജക്റ്റുകളും മൈനർ സബ്ജക്റ്റുകളും എല്ലാ സമയത്തും 4 ക്രെഡിറ്റിൻ്റെയാണ്. അപ്പോൾ മേജറിനകത്ത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 17 കോഴ്സസ് പഠിക്കണം. ഓരോ കോഴ്സും 4 ക്രെഡിറ്റിൻ്റെയാണ്. അപ്പം 17 × 4 68 ക്രെഡിറ്റ് ആ വിദ്യാർത്ഥി 3 വർഷം കൊണ്ട് സ്വായത്തമാക്കണം. മൈനർ എന്ന് പറയുന്നതും 4 ക്രെഡിറ്റിൻ്റെ ആണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് പക്ഷേ ആദ്യത്തെ 3 സെമസ്റ്ററുകളിലായിട്ട് ചുരുക്കപ്പെടും. ഒന്നാമത്തെ സെമസ്റ്ററിൽ 2 മൈനർ കോഴ്സും, രണ്ടാമത്തെ സെമസ്റ്ററിൽ 2 മൈനർ കോഴ്സും, മൂന്നാമത്തെ സെമസ്റ്ററിൽ 2 മൈനർ കോഴ്സും, അങ്ങനെ 6 മൈനർ കോഴ്സുകൾ മേജർ കോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ 3 സെമസ്റ്ററിലായിട്ട് ആ വിദ്യാർത്ഥി പഠിച്ചിരിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 4 ക്രെഡിറ്റാണ് മൈനർ എന്ന് ഞാൻ പറഞ്ഞു. 6 × 4 24 ക്രെഡിറ്റ് അവിടെ അക്വയർ ചെയ്യണം. പിന്നെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക്, എല്ലാ തരത്തിലുള്ള വികസനത്തിനും സാധ്യമാകുന്ന ഒന്നാവണം. അതിന് ഉപകരിക്കുന്ന കോഴ്സുകൾക്കാണ് ഫൗണ്ടേഷൻ കോഴ്സസ് എന്ന് പറയുന്നത്. 13 ഫൗണ്ടേഷൻ കോഴ്സുകളാണ് ഒരു വിദ്യാർത്ഥി അക്വയർ ചെയ്യേണ്ടത്. അത് 4 ഭാഗങ്ങളായിട്ടാണ് അതിനെ തരംതിരിച്ചിട്ടുണ്ടാവുക. ഒന്ന് AEC അബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, 2 MDC മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, 3 VAC വാല്യൂ ആഡഡ് കോഴ്സ്, 4 SCC സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ടാവും. വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് കുറച്ച് മൂല്യങ്ങൾ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കണം. അതാണ് വാല്യൂ ആഡഡ് കോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. SCC എന്ന് പറയുമ്പോൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ്. നേരത്തെ നൈപുണ്യം എന്നൊരു വാക്കല്ലേ സ്കിൽ എന്ന ഒരു വാക്ക് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥിക്ക് ജോലിക്ക് പ്രാപ്തനാക്കുക എന്ന അർത്ഥത്തിൽ സ്കിൽ അക്വയർ ചെയ്യുന്ന കോഴ്സുകളായിരിക്കും സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. AEC എന്ന് പറയുന്നത് അവൻ്റെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ അബിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഇംഗ്ലീഷിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ കോഴ്സസ് ആയിരിക്കും പ്രധാനമായിട്ടും AECക്കകത്ത് ഉണ്ടാവും. ഒരു ക്രെഡിറ്റ് സിസ്റ്റമാണ് നമ്മുടെ FIUGP തുടങ്ങിയിട്ടുള്ളത്. അത് സംബന്ധമായിട്ടുള്ള 3 സംശയങ്ങളാണ്. എന്താണ് ശരിക്കും ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്? അതുപോലെ തന്നെ എന്താണ് ഈ N-1? ഇതിനകത്ത് ആദ്യം ABCയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു പൈസ വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. ആ പൈസ നമുക്ക് നമ്മുടെ യുക്തിക്ക് ചേർന്ന വിധം നമുക്കതിനെ വിനിയോഗിക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥി നേടുന്ന ക്രെഡിറ്റുകളെ അക്വയർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. ഓരോ സെമസ്റ്ററുകളിലും ഓരോ കോഴ്സുകൾ പഠിച്ചു തീരുമ്പോൾ ആ പഠിച്ച കോഴ്സുകളെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചുരുക്കം. അങ്ങനെ അക്വയർ ചെയ്യുന്ന കോഴ്സുകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മേജറിനകത്ത് 17 കോഴ്സുകൾ 4 ക്രെഡിറ്റിൻ്റെ വരുമ്പോൾ 68 ക്രെഡിറ്റും, 13 കോഴ്സസ് 3 ക്രെഡിറ്റിൻ്റെ വരുമ്പോൾ 39 ക്രെഡിറ്റും,
മൈനറിൻ്റെ 4 ക്രെഡിറ്റിൻ്റെ 6 കോഴ്സുകൾ എടുക്കുമ്പോൾ 24 ക്രെഡിറ്റും 2 ക്രെഡിറ്റ് ഇൻറ്റേൺഷിപ്പും കൂടെ അക്വയർ ചെയ്യുമ്പോൾ 133 ക്രെഡിറ്റ് അവിടെ ആയിട്ടുണ്ടെങ്കിൽ അത് എൻകാഷ് ചെയ്തുകൊണ്ട് ആ വിദ്യാർത്ഥിക്ക് അവൻ്റെ ഡിഗ്രി കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്താണ് N-1? ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗത 3 വർഷ വിദ്യാഭ്യാസ രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെയായിരുന്നു പ്രോഗ്രസ് ചെയ്തിരുന്നത്. എല്ലാവരും ഒരു സമയത്ത് തുടങ്ങും, ഒരു സമയത്ത് അവസാനിക്കും. അതൊരിക്കലും സ്റ്റുഡൻറ് സെൻട്രിക് അല്ല. പല വിദ്യാർത്ഥികളും വളരെ മിടുക്കരായിരിക്കും, ചില വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൂടുതൽ സമയം ആവശ്യമായിട്ട് വരാം. ഇവിടെ N-1 കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് ത്വരിതഗതിയിൽ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കണമെങ്കിൽ അതിനൊരു സാധ്യത കൂടി FIUGP അവരുടെ മുമ്പിൽ തുറന്നു വെക്കും. അതായത് 3 വർഷം കൊണ്ട് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ട ഒരു വിദ്യാർത്ഥിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ 2.5 വർഷം കൊണ്ട്, അതായത് 5 സെമസ്റ്റർ കൊണ്ട് അവർക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുമെന്ന് ചുരുക്കം. അപ്പോൾ അവസാനത്തെ ഒരു സെമസ്റ്ററിൽ പഠിക്കേണ്ട ആ കോഴ്സസ് എല്ലാം അവർ മുൻപ് പഠിക്കണം. പക്ഷേ ഇതിന് ചില വ്യവസ്ഥകളുണ്ട്. മിനിമം 85% മാർക്ക് മേടിച്ച് ഇത് പഠിക്കാൻ പ്രാപ്തി ഉണ്ട് എന്ന് ഈ വിദ്യാർത്ഥി ആദ്യത്തെ സെമസ്റ്ററുകളിൽ പ്രൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രൂവ് ചെയ്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 6 സെമസ്റ്ററിൽ പഠിക്കേണ്ട ഒരു പ്രോഗ്രാം 5 സെമസ്റ്റർ കൊണ്ട് പഠിച്ചു തീർക്കാനും, അപ്പോൾ അങ്ങനെ 5 സെമസ്റ്റർ കൊണ്ട് പഠിച്ചു തീർന്നപ്പോൾ 6ാമത്തെ സെമസ്റ്ററിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല FIUGP വിഭാവനം ചെയ്യുന്നത്. പകരം ആ സമയം അവർക്ക് ഇൻഡസ്ട്രിയിൽ പോയി ഇൻഡസ്ട്രിയിലെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അവിടുത്തെ റിക്വയർമെൻറ്റുകളെ കണ്ടറിയാനും അതിന് അനുഗുണമായിട്ട് അവർക്ക് അവരുടെ കഴിവുകളെ, നൈപുണ്യങ്ങളെ വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു സാധ്യതയും ബെറ്റർ ജോബ് പ്രോസ്പെക്റ്റ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് N-1 കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ സാർ, ഇന്റേൺഷിപ്പുകളുടെ പ്രാധാന്യം ശരിക്കും എന്താ? അതുപോലെ തന്നെ ഒരു കുട്ടി മിനിമം എത്ര നേരം ഒരു FIUGP കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും? ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഹി നീഡ് ടു ബി പ്രൊഡക്റ്റീവ് ഫ്രം ഡേ 1. ഒരു ബിസിനസ് സാഹചര്യത്തിൽ ആ വിദ്യാർത്ഥി പ്രൊഡക്റ്റീവ് ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് വിദ്യാർത്ഥിയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇൻറ്റേൺഷിപ്പ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആ വിദ്യാർത്ഥി ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് വഴി ആ ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും എന്താ ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇൻറ്റേൺഷിപ്പ്. നിർബന്ധമായിട്ടും 2 ക്രെഡിറ്റ് ഇൻറ്റേൺഷിപ്പ് ഒരു വിദ്യാർത്ഥി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ മിനിമം ചെയ്തിരിക്കണം. അത് ചില പ്രോഗ്രാമുകളിൽ 60 മണിക്കൂറായിരിക്കാം, ചില പ്രോഗ്രാമുകളിൽ അത് 120 മണിക്കൂറുകളാകാം. ഓരോ ഇൻഡിവിജ്വൽ പ്രോഗ്രാമുകളുടെയും സിലബസിനനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ സാർ. അതുപോലെ FIUGP ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഒരു പ്രോഗ്രാമിൽ നിന്ന് വേറൊരു പ്രോഗ്രാമിലേക്ക് മാറാൻ സാധിക്കുന്നത്. ശരിക്കും ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ട്രഡീഷണൽ സിസ്റ്റങ്ങളിൽ, അതായത് മുമ്പുണ്ടായിരുന്ന 3 വർഷത്തെ ഒരു വിദ്യാഭ്യാസ രീതിയിലായിരുന്നെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അത് വിദ്യാർത്ഥിയുടെ ഫ്ലെക്സിബിലിറ്റിയെ ഒരു നല്ലൊരു അളവ് വരെ സ്വാധീനിച്ചിരുന്നു, നെഗറ്റീവായിട്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഉദാഹരണത്തിന് ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാവുക എൻ്റെ അഭിരുചി ഇതല്ല. അപ്പം വീണ്ടും ദേ നീഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. അവർ തുടക്കത്തിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെയാണ് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം മറ്റൊരു മുഖം, നമുക്ക് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മുഖം നൽകുന്നത്. ഒരു വിദ്യാർത്ഥി ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്തതിന് ശേഷം 3ാമത്തെ സെമസ്റ്ററിൽ 2 സെമസ്റ്റർ പഠിച്ചതിന് ശേഷം ആ വിദ്യാർത്ഥിക്ക് എൻ്റെ മേജർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനൊരു സാധ്യതയുണ്ടാവും. അവിടെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവർ മൈനർ കോഴ്സുകളോ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ചെയ്തിരിക്കണമെന്ന് മാത്രം. അപ്പോൾ മൈനർ പഠിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക്, ഉദാഹരണത്തിന് BSc കെമിസ്ട്രിയിൽ എൻറോൾ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് മൈനറായിട്ട് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് BSc ഫിസിക്സിലേക്ക് 1 വർഷത്തിന് ശേഷം മാറാനുള്ള ഒരു സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് കോളേജിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ. അതുപോലെ സാർ, ഈ FIUGPയിൽ ഒരാൾക്കാർ കേട്ടുള്ള സംഭവം നമുക്ക് 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഓരോ ഇയർ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ശരിക്കും എക്സിറ്റ് ഓപ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം
കേരളത്തിൽ പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് 2 എക്സിറ്റ് ഓപ്ഷൻസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. NEP-ക്കകത്ത് 1-ാം വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റും 2-ാം വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഡിപ്ലോമയും ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കേരളത്തിൽ കൺസീവ് ചെയ്തപ്പോൾ 2 എക്സിറ്റ് മാത്രമേ ഇവിടെ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളൂ. ഒന്ന് 3-ാം വർഷത്തിൻ്റെ അവസാനവും അല്ലെങ്കിൽ 4-ാം വർഷത്തിലും. അങ്ങനെ 2 എക്സിറ്റ് ഓപ്ഷൻസാണ് ഉള്ളത്. 3 വർഷത്തിന് ശേഷം ട്രഡീഷണൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും 4 വർഷത്തിന് ശേഷം ആ വിദ്യാർത്ഥിയുടെ ചോയ്സ് അനുസരിച്ച് ഓണേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ആയിട്ട് ആ വിദ്യാർത്ഥിക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഒരു സാർക്ക് പുറത്ത് നോക്കുകയാണെങ്കിൽ 3rd ഇയർ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ 4th ഇയർ കണ്ടിന്യൂ ചെയ്യാം. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് 4 ഇയർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? 4 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് പ്രൈമറിലി ഒരു ഓണേഴ്സ് ഡിഗ്രിയാണ്. 4-ാം വർഷം ഞാൻ സൂചിപ്പിച്ചു, 4-ാം വർഷം 2 സാധ്യതകളാണ് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ളത്. ഒന്ന് ഓണേഴ്സ് ഡിഗ്രി ആ വിദ്യാർത്ഥിക്ക് പറ്റും. BSc ഓണേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്ന 4 വർഷത്തെ ഒരു ഓണേഴ്സ് ഡിഗ്രി കിട്ടും. അല്ല റിസർച്ചിലേക്കാണ് അഭിരുചിയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് നേടാനായിട്ട് സാധിക്കും. ഓക്കെ സാർ, ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന നിലയിൽ സാർ ഇപ്പോൾ ഇതിന് മുന്നേ 3 ഇയർ പ്രോഗ്രാം ആയിരുന്നു സാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 4 ഇയർ പ്രോഗ്രാമായി. അപ്പോൾ സാറിന് ഈ 4 ഇയർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള സാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ഈ ഭാവിയിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ആവാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് സാറിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം നിസ്സംശയം 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ നിന്ന് വളരെ മെച്ചപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഒരു ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതിയിൽ അതൊരിക്കലും സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിരുന്നില്ല, അത് അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു. അതേസമയം 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് അവൻ്റെ ആവശ്യങ്ങൾക്ക് അവൻ്റെ കഴിവുകൾക്ക് അനുസൃതമായിട്ട് കോഴ്സുകളെ പിക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അത് എല്ലാ സമയത്തും മുമ്പുള്ള ഒരു സിസ്റ്റത്തിൽ എല്ലാവരും ഒരേ ക്രെഡിറ്റുകൾ ആർജിക്കുമ്പോൾ ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിന് അനുഗുണമായിട്ട് അവർക്ക് ക്രെഡിറ്റുകളെ ഏറ്റക്കുറച്ചിലുകളോടെ നേടാനായിട്ട് പറ്റും. മിനിമം ചില ബെഞ്ച് മാർക്കുകൾ വെച്ചു എന്നുള്ളത് ഇപ്പോൾ 3 ഇയർ ആണെങ്കിൽ 133 ക്രെഡിറ്റ് എന്നും 4 വർഷമാണെങ്കിൽ 177 ക്രെഡിറ്റ് എന്നുള്ള മിനിമം ബെഞ്ച് മാർക്കുകളെ വെച്ചിട്ടുള്ളൂ, ഒരിക്കലും സീലിംഗ് വെച്ചിട്ടില്ല. അപ്പം വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒത്തിരി സാധ്യതകൾ തുറന്നു തരുന്നു എന്നുള്ളതാണ് പ്രൈമറിലി എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എല്ലാ സമയത്തും എന്തുകൊണ്ടും 3 ഇയർ പ്രോഗ്രാമിനേക്കാൾ നല്ലതാണ് എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുപോലെ സാർ, ഈ ഫ്യൂച്ചറിൽ 4 ഇയർ പ്രോഗ്രാമിൽ ജോയിൻ ആവാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് സാർ കൊടുക്കാനുള്ള ഉദ്ദേശം തരും? എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഞാൻ വിദ്യാർത്ഥികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമാണ്: ഡോണ്ട് ടേക്ക് ദ ഈസി പാത്ത്. വളരെ എളുപ്പത്തിൽ പഠിച്ച് അവസാനിപ്പിച്ച് ഒരു കടലാസ് കഷ്ണം ആർജിച്ചു എന്നതിൽ നിന്ന് മാറി എന്താണ് ജോലി സാധ്യതകൾ, അതിന് ചേർന്ന കോഴ്സുകളെ പഠിപ്പിക്കാനും അത് പഠിക്കാനുമുള്ള സാധ്യതകൾ ഉണ്ടാവണം. പലപ്പോഴും വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു പോകാനുള്ള കോഴ്സുകൾ എടുക്കാനായിട്ട് ശ്രമിക്കും. അതിന് പകരം അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം, എന്താണ് ഞാൻ ആവേണ്ടത്, അതിന് എന്താണോ എൻ്റെ ആവനാഴിയിൽ ഉണ്ടാവേണ്ടത്, ആ അസ്ത്രങ്ങളെ ഓരോന്നായിട്ട് പിക്ക് ചെയ്യാനായിട്ട് വിദ്യാർത്ഥി ശ്രമിക്കുകയാണെങ്കിൽ അത് ജോലിക്കുള്ള സാധ്യതകളും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണലി അവർ കുറേ കൂടെ ബെറ്റർ ആകാൻ സഹായിക്കും എന്ന ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്.